ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ BA BSc അഡീഷണൽ ലാംഗ്വേജ് ഹിന്ദി കോഴ്സ് കോഡ് HN1211.1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണിത്. ഹിന്ദി നിബന്ധ് ഓർ അന്യ ഗദ്യ വിധായൻ എന്ന കോഴ്സ് ടൈറ്റിലുള്ള പേപ്പറിലെ 2020 അഡ്മിഷൻ റെഗുലർ അഡ്മിഷൻ ഉള്ളവരുടെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. ആസ് യൂഷ്വൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഗദ്യ ഗരിമ ടെക്സ്റ്റിലെ ഓഡിയോ ബുക്ക് അപ്ലോഡഡ് ആണ്, അത് കേൾക്കുക. മിക്ക ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസും അപ്ലോഡഡ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു കം ടു ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡഡ് ആണ്, ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. സോ മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. പാർട്ട് 1 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ 4, മന്നു ഭണ്ഡാരി കോൺ ഹെ. മന്നു ഭണ്ഡാരി മേരാ ഹംദം മേരാ ദോസ്ത് കമലേശ്വർ എന്ന രാജേന്ദ്ര യാദവ് എഴുതിയ ആ ഒരു സംസ്മരണിലെ ഒരു ക്യാരക്ടറാണ്. അവർ രാജേന്ദ്ര യാദവിൻ്റെ വൈഫായിരുന്നു. ഓക്കെ, ഷീ ഹെർസെൽഫ് വാസ് എ റൈറ്റർ എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ ആ മേരാ ഹംദം മേരാ ദോസ്ത് എന്ന വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ നയി കഹാനി ആന്തോളനിലെ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. നയി കഹാനി വിശേഷാങ്ക് ഒരു സ്പെഷ്യൽ ഇഷ്യൂ, ആ ജേർണലിൻ്റെ ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കാൻ അവർ അതിൻ്റെ സമ്പാദക കൂടിയായിരുന്നു. സോ മന്നു ഭണ്ഡാരി വാസ് എ റൈറ്റർ ആൻഡ് ഷീ വാസ് രാജേന്ദ്ര യാദവ്സ് വൈഫ്. ഓക്കെ, നെക്സ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ സെയിം ചാപ്റ്ററിൽ നിന്ന് മേരാ ഹംദം മേരാ ദോസ്ത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ ചാപ്റ്റർ വൈസ് ആണ് എടുക്കുന്നത്. സോ മേരാ ഹംദം മേരാ ദോസ്ത് എന്ന ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ഹൻസ് പത്രികയ്ക്ക് സമ്പാദക് കോൺ ഹെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൻസ് പത്രിക 27 വർഷത്തോളം രാജേന്ദ്ര യാദവ് സമ്പാദനം ചെയ്തിട്ടുണ്ട്. ഹൻസ് പത്രിക ബേസിക്കലി ഉപന്യാസ് സമ്രാട്ട് പ്രേംചന്ദിൻ്റെ ജേർണലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനും 10 വർഷം അത് സമ്പാദനം ചെയ്തിട്ടുണ്ട്. അമൃത് റായ് ബേട്ടി കാ വിവാഹ് എന്ന ജീവനി എഴുതിയ വ്യക്തിയാണ് അമൃത് റായ്, പ്രേംചന്ദിൻ്റെ മകൻ കൂടിയാണ്. അപ്പോൾ ഈ ഹൻസ് പത്രികയ്ക്ക് സമ്പാദക് കോൺ ഹെ, ഇപ്പം ഹൻസ് പത്രികയുടെ സമ്പാദക് ആസ് സച്ച് വേറൊരു പേഴ്സണാണ്. അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷനുള്ളൊരു ക്വസ്റ്റ്യനാണ്. രാജേന്ദ്ര യാദവ് എഴുതിയാലും മാർക്ക് കിട്ടേണ്ടതാണ്. അമൃത് റായും സമ്പാദനം ചെയ്തിട്ടുണ്ട്, പ്രേംചന്ദും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രേംചന്ദിൻ്റെ ആയിരുന്നു. പാർട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ, ദുഷ്യന്ത് കുമാർ കോ കമലേശ്വർ കിസ് പോഷാക്ക് മേ ബദ്മാഷ് ലഗ്തേ ഹൈ. ദുഷ്യന്ത് കുമാർ എന്ന ഒരു ഷായർ, അദ്ദേഹത്തിന് കമലേശ്വറിനെ ഏത് ഡ്രസ്സിൽ കാണുമ്പോഴാണ് ഒരു ബദ്മാഷ് എന്ന് തോന്നുന്നത്. കമലേശ്വർ എപ്പോഴും ഒരു കേദിയോ വാല ഡ്രസ്സ്, ഒരു പ്രിസണേഴ്സിൻ്റെ ഡ്രസ്സ് ടൈപ്പുള്ള ഒരു വാർഡ്രോബ് ഇടുമായിരുന്നു. അദ്ദേഹം അതിനെ നൈറ്റ് ഡ്രസ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴായിരിക്കും ഒരുപക്ഷെ ദുഷ്യന്ത് കുമാറിന് തോന്നിയത് കമലേശ്വർ ഒരു ബദ്മാഷാണെന്ന്. ഓക്കെ, സംസ്മരൺ കിസേ കേത്തെ ഹെ. അഗെയിൻ സംസ്മരൺ മേരാ ഹംദം മേരാ ദോസ്ത് സംസ്മരണുമാണ്. അതുപോലെ തന്നെ രേഖാചിത്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. സംസ്മരണും രേഖാചിത്രവും തമ്മിൽ മൈന്യൂട്ട് ഡിഫറൻസ് ആണ് ഉള്ളത്. സോ സംസ്മരൺ എന്താണെന്നുള്ളത് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ, നിങ്ങളുടെ ഈ ടെക്സ്റ്റിന് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്കെ മൂൽ മേ ക്യാ ഹെ, സ്മൃതി ഹെ, ഓർമ്മക്കുറിപ്പ്. ഓർമ്മയുടെ ബേസിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സംസ്മരൺ എന്ന് പറയുന്നത്. ഇസ്മേ കേവൽ അതീത് കോ ആധാർ ബനായ ജാത്ത ഹെ. ഇതിൽ മെയിനായിട്ട് പാസ്റ്റ് ഇൻസിഡൻസ് ആണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. കാരണം നടന്നുപോയ കാര്യങ്ങളെ ഓർത്തെടുക്കുന്നതാണ് ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. സാത്ത് ഹി അതീത് മേ വാസ്തവിക് ജീവൻ മേ ഘടിത് ഘടനാओं का യഥാർത്ഥ ഉല്ലേഖ് ഹോത്താ ഹെ. നടന്ന കാര്യമായിരിക്കണം, അല്ലാതെ നമ്മളിതിൽ ഇമാജിനേഷൻ മിക്സ് ചെയ്യാൻ പാടില്ല. സംസ്മരണിൽ വാസ്തവിക് ജീവൻ മേ ഘടിത് ഘടനാओं का ഉല്ലേഖ് ഹോത്താ ഹെ. ഇസ്കി രചന കൽപ്പനാസേ ഉത്പന്ന നഹി ഹോത്തി. ഓക്കെ, അതിൽ കൽപ്പന അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ല സംസ്മരണിൽ. നടന്ന കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ സ്മൃതിനെ ബേസ് ചെയ്ത്, സ്മൃതി മീൻസ് ഓർമ്മ, മെമ്മറി. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ 26th वन, രാജേന്ദ്ര യാദവ് ദ്വാര രചിത് കിन्हीं 4 രചനാओं के नाम लिखिए. എല്ലാ ഓതേഴ്സിൻ്റെയും 4 എണ്ണം മിനിമം ചോദിക്കാറുണ്ട്. ഇപ്പോൾ രാജേന്ദ്ര യാദവിൻ്റെ ആണെങ്കിൽ ഓർക്കാൻ എളുപ്പമുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സാരാ ആകാശ്, ദേവതാओं की मूर्तियाँ, खेल खिलौने, छोटे छोटे താജ്മഹൽ, 4 എണ്ണമായി. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമുള്ളത് ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മെമ്മറൈസ് ചെയ്യാം.
कमिंग टू द थर्ड पार्ट 4 मार्क क्वेश्चन. 120 शब्दों में लिखिए. 120 वर्ड्स എഴുതേണ്ട 4 मार्क क्वेश्चन. 32nd वन. हाँ, हर कहानीकार को कहीं ना कहीं झूठ को साधना पड़ता है. भाव समझाइए. ഇതും മേരാ ഹംദം മേരാ ദോസ്ത് കമലേശ്വർ എന്ന ആ ഒരു സംസ്മരണയിൽ നിന്നാണ്. ഹർ കഹാനിക്കാർക്കോ കഹി ന കഹി ഝൂഠ് കോ സാധന പെടുത്താ ഹെ. എല്ലാ കഥ പറയുന്ന ആളും എവിടെങ്കിലും അല്പം കള്ളം ചേർക്കും. കാരണം കഥയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ഇമാജിനേഷനും നടന്ന കാര്യമെല്ലാം എഴുതുന്നതല്ലല്ലോ. ഫാക്ട്സ് നിരത്തുക എന്നതല്ലല്ലോ കഥയിൽ ചെയ്യുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ പൊലിപ്പിക്കാൻ വേണ്ടി ഇമാജിനേഷനൂടെ ആഡ് ചെയ്യും. तो हर कहानीकार को कहीं ना कहीं झूठ को സാധന പെടുത്താ ഹെ. ഇത് രാജേന്ദ്ര യാദവിൻ്റെ അഭിപ്രായമാണ്. ഇത് പറയാൻ കാരണം എന്താണ്? ഭാവ് ഇതിൻ്റെ സന്ദർഭം എന്തുവാണ്? कमलेश्वर कई बार झूठ बोलता है. वो जब ज़िंदगी में झूठ बोलता है तो सुनने में मज़ा आता है. ഇല്ലേ, അവർ പറയുന്ന കമലേശ്വർ പല പ്രാവശ്യവും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു വായിക്കാത്ത ബുക്കിനെ പറ്റിയും കാണാത്ത സിനിമയെപ്പറ്റി എത്ര മണിക്കൂർ വേണേലും നമ്മളിങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും കമലേശ്വർ. പക്ഷേ അതേ കള്ളം അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ അത് നല്ലൊരു കഥയായി മാറും. അല്ലേ തന്നെ കഥ എഴുതുന്നവർക്ക് എന്തെങ്കിലും ഒരു കള്ളത്തരം മിക്സ് ചെയ്തേ പറ്റൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹർ കഹാനിക്കാർക്കോ കഹി ന കഹി झूठ को साधना पड़ता है. നെക്സ്റ്റ്, രാജേന്ദ്ര യാദവ് की दृष्टि में कमलेश्वर कैसा व्यक्ति है. രാജേന്ദ്ര യാദവിൻ്റെ ഒരു നോട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പരിചയത്തിൻ്റെ ബേസിൽ കമലേശ്വർ എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം രാജേന്ദ്ര യാദവ് കമലേശ്വറിനെ പറ്റി പറയുന്നത് എന്താണ്? കമലേശ്വർ ശക്ല സെ ബദ്മാഷ് നഹി ശൈത്താൻ ഓർ ഇൻ്റലിജൻറ്റ് ലഗ്താ ഹെ. അത് രാജേന്ദ്ര യാദവിൻ്റെ ഒരു അഭിപ്രായമാണ് കമലേശ്വറിനെ പറ്റി. പിന്നീട് അദ്ദേഹം കമലേശ്വറിനെ പറ്റി ഒബ്സർവ് ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? वो आपको घंटों किसी ऐसी किताब, फिल्म, घटना या कहानी के बारे में पूर्ण आत्मविश्वास के साथ बताता रहेगा जिसे न उसने पढ़ा है, न देखा है और न उसके बारे में उसे कोई जानकारी है. ആ കഴിവും കമലേശ്വറിന് ഉണ്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രാജേന്ദ്ര യാദവ് നോട്ട് ചെയ്ത കാര്യം എന്താണ് കമലേശ്വറിനെ പറ്റി? शांति और एकाग्रता से वो कहीं पर भी बैठकर लिख सकता है. കഥ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് ശാന്തമായ അന്തരീക്ഷമൊന്നും വേണമെന്നില്ല. എത്ര തിരക്കിൻ്റെ ഇടയ്ക്കും എത്ര ബഹളത്തിൻ്റെ ഇടയ്ക്കും ആൾക്കാർ വന്നു പോകുന്നു. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അങ്ങനെയായിരുന്നില്ലേ, എല്ലാവർക്കും കയറി വരാൻ പാകത്തിന് അദ്ദേഹത്തിൻ്റെ മുറി ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് അദ്ദേഹം വളരെ കോൺസെൻട്രേഷനോടുകൂടി अपने अच्छे हैंड राइटिंग में पहली और आखिरी बार कोई कहानी लिख रहा होता है. ഒരു വെട്ടും കുത്തും ഇല്ലാതെ കഥ വളരെ നീറ്റായിട്ട് എഴുതി തീർക്കാനുള്ള കഴിവ് കമലേശ്വറിന് ഉണ്ടായിരുന്നു. അതുപോലെ കമലേശ്വർ വളരെ ഇമോഷണൽ, വളരെ ഭാവുക് ടൈപ്പ് ഒരു വ്യക്തിയായിരുന്നെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും ഉൻക ഉപയോഗ് കർത്തേ ഥേ. അദ്ദേഹത്തിനെ വളരെയധികം ചൂഷണം ചെയ്യുമായിരുന്നു. പക്ഷേ ചൂഷണം ചെയ്ത സുഹൃത്തുക്കൾ തന്നെ തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അദ്ദേഹം അങ്ങ് അലിയുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമോഷണൽ ക്യാരക്ടറും കൂടെ ആയിരുന്നു കമലേശ്വർ. ഓക്കെ, മൂവിങ് ഓൺ ടു പാർട്ട് 3, 15 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. 40th वन, मेरे हमदम मेरे दोस्त कमलेश्वर पाठ की സമീക്ഷ കീജിയെ. സമീക്ഷ കർണ എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഒരു നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു സംസ്മരണിൻ്റെ അതിൻ്റെ ഒരു സക്സസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സംസ്മരൺ ആരാണ് എഴുതിയിരിക്കുന്നത്, അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, ആ ഒരു സംസ്മരൺ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കമലേശ്വറിൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കഥാകാർ എന്ന നിലയ്ക്ക് എന്ത് ഇമേജാണ് നമ്മുടെ മുമ്പിൽ അത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു സംസ്മരണിൽ എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾ കാണുന്നുണ്ടോ, അതൊക്കെ നിങ്ങളുടെ ജെന്യുൻ വേർഡ്സിൽ എഴുതാവുന്നതാണ്. അപ്പം ഞാൻ ബേസിക്കലി ഇതിൽ കാണുന്ന ഒരു കാര്യം, ഈ ദുഷ്യന്ത് കുമാർ എന്ന ഒരു ഷായർ കമലേശ്വറിനെ പറ്റി പറഞ്ഞ ഒരു കമൻറ്റ് രാജേന്ദ്ര യാദവ് ഇതിൽ മെൻഷൻ ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളെപ്പറ്റി ഒരാൾ ബൈ ദ വേ പാസ് ചെയ്തൊരു കമൻറ്റ് അതൊരു പബ്ലിഷ്ഡ് മെറ്റീരിയലായിട്ട് വരുമ്പോൾ അത് എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് എഴുതാം. പിന്നെ ഇതിൻ്റെ കമലേശ്വറിൻ്റെ ആ ഒരു എഴുതുന്ന സ്റ്റൈലെല്ലാം വളരെ മനോഹരമായിട്ട്, അത്രയും ഡീപ്പായിട്ട് അറിയുന്നൊരു വ്യക്തി
ഓർമ്മക്കുറിപ്പ് എഴുതിയതുകൊണ്ടാണ് നമുക്കതൊക്കെ അറിയാൻ പറ്റിയത്. കമലേശ്വറിൻ്റെ വേ ഓഫ് ലിവിങ്, മുറിയിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കുക, ഈവൻ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ വരുന്നവർക്ക് അവിടെ ഇരിക്കുന്ന പൈസയോ ചില്ലറയോ ഷേവിങ് സെറ്റോ എല്ലാം എടുക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക. പിന്നെ മുറിയിൽ ഒരുപാട് പേര് സംസാരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കും ഇദ്ദേഹം ഇങ്ങനെ വളരെ മനോഹരമായ ഹാൻഡ് റൈറ്റിങ്ങിൽ കഥ വളരെ മനോഹരമായിട്ട് എഴുതി തീർക്കുക. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി, വളരെ ഇമോഷണലായിട്ടൊരു ക്യാരക്ടർ. പിന്നെ കള്ളം പറയുന്ന ഒരു ശീലം, വെറുതെ കള്ളം പറയുക, അത് ലൈഫിലായാലും പിന്നെ അത് കഥകളിലും അങ്ങനെ കാണാത്ത സീൻസൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ തള്ളി പോവുക. പിന്നെ ഈ ഒരു ഇമാജിനേഷൻ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ സക്സസ് ആയിട്ടുമുണ്ട്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും ക്യാരക്ടേഴ്സിന് ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ചാതുര്യം, ഒരു കവിയെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലേ, കവി ഓൾ ഇന്ത്യ ഡൽഹി റേഡിയോയിൽ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ ഇച്ചിരി എസ്റ്റാബ്ലിഷ്ഡ് പോയറ്റ് ആയത് കാരണം അദ്ദേഹത്തിൻ്റെ ദേഷ്യം, ഈ ഉയർന്നു വരുന്ന കലാകാരന്മാരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു നീരസം ഉണ്ടായിരുന്നു. അത് കമലേശ്വർ ചൂണ്ടിക്കാട്ടുകയും എല്ലാവരും ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത കാര്യം. അങ്ങനെ ആകെ മൊത്തം ഒരു കമലേശ്വറിൻ്റെ ഒരു പിക്ചറൈസേഷൻ, അതിൽ രേഖാചിത്രൻ്റെ ഗുണങ്ങളുമുണ്ട്. കമലേശ്വറിൻ്റെ കണ്ണ്, മൂക്ക്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ, ഫോട്ടോജനിക് ഫേസ് ആണെന്നും ഇതെല്ലാം നമുക്കിതിൽ എഴുതാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേട്ടി കാ വിവാഹ് കിസ്കി രചന ഹെ? പാർട്ട് 1 5th 1 ഇത് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യാൻ മറന്നു. ഇതാണ് പാർട്ട് 1 മെൻഷൻ ചെയ്യേണ്ടായിരുന്നു. ബേട്ടി കാ വിവാഹ് അമൃത് റായിൻ്റെ രചനയാണ്. ഓക്കെ. സോ 7th ക്വസ്റ്റ്യൻ, മണി മധുകർ കാ മൂൽ നാം ക്യാ ഹെ? മണി മധുകർ ഏത് ചാപ്റ്ററിലെയാണ്? സൂഖേ സരോവർ കാ ഭൂഗോൾ എന്ന ചാപ്റ്ററിലെയാണ്. അദ്ദേഹത്തിൻ്റെ മൂൽ നാം മണിറാം ശർമ്മ എന്നായിരുന്നു കേട്ടോ. പാർട്ട് 2 12th ക്വസ്റ്റ്യൻ, സിറാം കോൻ ഹെ? ഉസെ ദേഖ് കർ ലേഖക് കോ ക്യാ ഖയാൽ ആത്താ ഹെ? അപ്പം സൂഖേ സരോവർ കാ ഭൂഗോൾ ഒരു റിപ്പോർട്ടാസാണ്, ഓർമ്മ വേണം. റിപ്പോർട്ടും അതിലെ സാഹിത്യപരമായ ഒരു അംശവും വരുമ്പോഴാണ് റിപ്പോർട്ടാജ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഉണക്ക് പിടിച്ച രാജസ്ഥാനിലെ ആ ഒരു ഏരിയയെ പറ്റി ഇതൊരു റിപ്പോർട്ടും കൂടാണ്, അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൂടിയാണ്, ഒപ്പം അതിൽ പേഴ്സണൽ ടച്ചും ഉണ്ട്. അതാണ് റിപ്പോർട്ടാജ്. അപ്പോൾ സിറാം എന്ന് പറയുന്നത് മണിറാമിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, കൂടെ കളിച്ച് വളർന്നൊരു വ്യക്തിയാണ്. ഉസേ ദേഖ് കർ, സിറാം കോൻ ഹെ എന്ന് ചോദിച്ചാൽ സിറാം മണി മധുകർ ജി കാ एक करीबी दोस्त था, बचपन का दोस्त था. और उसे देखकर लेखक को क्या ख्याल आता है? സിറാമിനെ കാണുമ്പം പെട്ടെന്ന് ലേഖകൻ എന്താണ് ഓർമ്മ വരുന്നത്? सिराम को देखते ही ठंडे चूल्हे पर रखे हुए औंधे तवे का ख्याल आता है. ठंडे चूल्हे में ഓന്ധേ തവേ കാ ഖയാൽ ആത്താ ഹെ. സിറാം കോ ദേഖ്തേ, സിറാമിനെ കാണുമ്പോൾ ഈ ഒരു ഇമേജാണ് ഓർമ്മ വരുന്നത്. കാരണം അയാളുടെ മുഖം എങ്ങനെയായിരുന്നു? ഗോൽ ഗുമ്മ മുഹ് ഥാ, കാച്ചർ ബീജോ കി സി ചുന്തി ചിപ്പി ചിപ്പി ആഖേ, ചെറിയ കുഞ്ഞു കണ്ണുകൾ, ഗാൽ കി ഉഠാൻമേ ദരാത്തി കി ധാർ കാ നിഷാൻ, കവിളിൽ എപ്പോഴോ കൊണ്ട ഒരു അരിവാളിൻ്റെ ഒരു മുറിവുണ്ട്. ഇപ്പോൾ ഇത് സിറാമിനെ കാണുമ്പം ഇതൊക്കെയാണ് മണി മധുകറിന് ഓർമ്മ വരുന്നത്. ക്വസ്റ്റ്യൻ 37, ദിസാവർ ഓർ മऊ കാ അന്തർ സ്പഷ്ട് കീജിയെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. ദിസാവർ പോകുന്നതും മऊ പോകുന്നതും രാജസ്ഥാനിലെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. രണ്ടും വീട് വിട്ട് തൻ്റെ നാട് വിട്ട് അന്യപ്രദേശങ്ങളിൽ പോകുന്നതിനെയാണ് പറയുന്നത്. അതാണ് രണ്ടിൻ്റെയും ഒരു സിമിലാരിറ്റി. ദിസാവർ പോകുന്നതും മऊ പോകുന്നതും തൻ്റെ പ്രദേശം വിട്ടിട്ട് ദൂരസ്ഥലത്ത് പോയി പോകുന്നതിനെയാണ് ദിസാവറും മऊ എന്നും പറയുന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? പണക്കാരായ ബിസിനസ് ആൾക്കാർ, അത് ആരൊക്കെയാണ്? സമ്പൻ, ബനിയെ, ബ്രാഹ്മൺ, ഇവരെല്ലാവരും ബിസിനസ് പർപ്പസിന് മറ്റ് സ്ഥലങ്ങളിൽ സിറ്റീസിലൊക്കെ പോയി, കൽക്കട്ട, മുംബൈ ആദി ബഡേ ഷെഹറോं की तरफ जब जाते हैं तो उसे दिसावर जाना कहते हैं. അതിൽ സ്റ്റാറ്റസാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. കാരണം സമ്പത്ത് ഉണ്ടായിട്ട് സമ്പത്ത് ഫ്ലറിഷ് ആവാൻ വേണ്ടിയാണ് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത്. പക്ഷേ മऊ പോകുന്നത് എങ്ങനെയാണ്? ജബ് कोई छोटा सा कमज़ोर आदमी भूख प्यास से बेहाल होकर इन्हीं स्थानों के लिए घर बार छोड़ता है तो उसे मऊ जाना कहा जाता है. പാവപ്പെട്ടവൻ വിശപ്പ് കാരണം ഈ പ്രദേശത്തിനെ പറ്റി എടുത്ത് പറഞ്ഞില്ലേ, സൂഖേ സരോവർ കാ ഭൂഗോൾ,
ഉണക്ക പ്രദേശമാണ്, മഴയെ കാണില്ല. അപ്പോൾ പാവപ്പെട്ടവൻ അങ്ങനെ നാട് വിട്ട് പോകുമ്പം അങ്ങനെ പോകുന്നവന് ഗതികെട്ട് പോവാണ്, ഭക്ഷണത്തിന് വേണ്ടി പോവാണ്, വെള്ളത്തിന് വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന പാവപ്പെട്ടവരെ മൗജാന എന്നാണ് പറയുന്നത്. പുരുഷനും സ്ത്രീയുമെല്ലാം ഗതികെട്ട് മക്കളെയും ഭർത്താവിനെയും എല്ലാം വിട്ടങ്ങ് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ പോകാറുണ്ട്. ഇത് വായിച്ചതിന് ശേഷം ഞാൻ ആലോചിക്കും, നമ്മുടെ ഈ ഇവിടെ വരുന്ന നമ്മൾ ഒട്ടിച്ചുകളിൽ നിന്നൊക്കെ വിളിക്കുന്ന അവരുടെ ഒരു ഗ്യാങ്ങായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ നാട് ഇങ്ങനെ വിട്ടിട്ടായിരിക്കുമോ ഇത്രയും ദൂരെ വരുന്നത്. നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം അവർ അവിടെ വെള്ളപ്പൊക്കമായിരുന്നു അതൊക്കെയാണ് പറയുന്നത്, ഇല്ലേ, പഴയ തുണിയൊക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നവരെയാണ് മൗജാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സമ്പൻ ബനിയെ ബ്രാഹ്മൺ ജബ് കമാനെ കെ ലിയെ कलकत्ता मुंबई आदि बड़े शहरों की तरफ जाते हैं तो उसे दिसावर जाना कहते हैं। लेकिन जब एक छोटा कमज़ोर आदमी भूख प्यास से बेहाल होकर इन्हीं स्थानों के लिए घर बार छोड़ता है तो उसे मऊ जाना कहा जाता है. ओके, पार्ट 2 22nd क्वेश्चन, गांव में हाकिमों की जीपें क्यों आती थी? അതും അതിൽ വളരെ ട്രാജിക്കായിട്ടൊരെണ്ണം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. हाकिमों की जीपें आती थी गांव में, किस लिए आती थी? हाकिमों की जीपें गांव में क्यों आती थी? अनाज के लिए नहीं, औरतों की टोह में आती थी. സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകാനാണ് हाकिमों की जीपें आती थी. वे किसी को नुकसान नहीं पहुंचाती थी, कुछ छोरियां लेकर चली जाती थी. അവിടെ ആ പ്രദേശത്തു നിന്ന് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു അവരുടെ ആവശ്യത്തിന്. അപ്പോൾ അതിലൊരു മീരു എന്ന് പറഞ്ഞ സ്ത്രീ എന്താ പറയുന്നത്, അവരാരെയും ദോഷം ചെയ്യത്തില്ല. കാരണം അവർക്ക് അവരുടെ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, അവർക്ക് ജലം, അന്നം ഇതാണ് അവിടെ കിട്ടാത്തത്. അതുകൊണ്ട് ആ ഗ്രാമവാസികളുടെ ഒരു അവസ്ഥ നോക്കിയേ, അവരുടെ കൂട്ടത്തിൽ സ്ത്രീകളെ ഈ ഹാക്കിം ജീപ്പിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയാലും അവർക്കൊരു പ്രശ്നവും ഇല്ല. അതാണ് അതിൻ്റെ ട്രാജിക് അവസ്ഥ. അതുപോലെ തന്നെ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ ഹാക്കിം ജീപ്പിൽ വരുന്ന പോലെ കുറേ ഡാക്കു കൊള്ളക്കാർ വരും. അതിനെ ധാടേത്തിയ എന്നാണ് പറയുന്നത്. അത് ചോദിക്കാം, ധാടേത്തിയ ക്യൂ ആത്തെ ഥേ ഗാവ് മേ? ധാടേത്തിയ എന്തിനാ വരുന്നത്? ജോ സബ് കുച്ച് ഛീൻ കർ ലേ ജാത്തേ ഥേ. എന്തൊക്കെയാണ് ഛീൻ കർ ലേ ജാത്തേ ഥേ? അന്ന്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷം അല്പം മഴ കിട്ടിയാൽ അവർക്ക് അല്പം കൃഷി ചെയ്ത് കുറച്ച് ധാന്യം കിട്ടുവാണെങ്കിൽ അതറിഞ്ഞിട്ട് ആര് വരും? ഡാക്കു ലോഗ്. അതിനെ ധാടേത്തി എന്ന് പറയും. ഇപ്പം അവരും ജീപ്പിലാണ് വരുന്നത്, പക്ഷേ പണ്ട് അവർ ഒട്ടകത്തിലായിരുന്നു വരുന്നത്. ഊണ്ട് പർ ആത്തേ ഥേ ഓർ ആക്കർ സബ് കുച്ച് ഛീൻ കർ ലേ ജാത്തേ ഥേ. ആ സമയത്ത് ഈ ഗ്രാമവാസികൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, കുറച്ച് പേർക്ക് മുറിവൊക്കെ ഏൽക്കും, എന്നിട്ട് അവർ അന്നം ഫുൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഒന്നാമതേ ഭക്ഷിക്കാനൊന്നുമില്ല, അല്പം ഏതെങ്കിലും വർഷം അല്പം ധാന്യം കിട്ടിയാൽ അത് ഈ ധാടേത്തി വന്നെടുത്തുകൊണ്ട് പോകും. അപ്പോൾ രണ്ടാൾക്കാരാണ് അവിടെ കൊള്ളയ്ക്ക് വരുന്നത്. ഒന്ന് ഹാക്കം അല്ലെങ്കിൽ ഹാക്കിം അല്ല, ടെക്സ്റ്റിൽ ഹാക്കം എന്നാണ് കിടക്കുന്നത്. ഹാക്കം വരും ജീപ്പിൽ പെണ്ണുങ്ങളെ പിടിക്കാൻ, അല്ലെങ്കിൽ ധാടേത്തിയ അല്ലെങ്കിൽ ഡാക്കു അവർ ജീപ്പിൽ ഇപ്പം വരും, പണ്ട് ഒട്ടകത്തി വരുമായിരുന്നു. അത് അന്നം കൊള്ളയടിക്കാനാണ് വരുന്നത്. पार्ट 3 30th क्वेश्चन 4 मार्क क्वेश्चन, സിറാം की तीसरी पत्नी का चित्रण कीजिए. അപ്പോൾ സിറാമിൻ്റെ തേർഡ് വൈഫിനെ പറ്റി വർണ്ണിക്കാനാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു സോഷ്യൽ സെറ്റപ്പിൽ, കാരണം ഭക്ഷിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, ജലമില്ല, അതുകൊണ്ട് ഈ ഒരു ഫാമിലി സെറ്റപ്പൊക്കെ വളരെ ശിഥിലമാണ്. സ്ത്രീ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു, പിന്നെ ആരുടെയും കൂടെ സെറ്റിലാവുന്നു, അങ്ങനെയാണ്. അത്ര ഈ ഒരു അന്തസ്സും ആഭിജാത്യവും ഒക്കെ കാണിക്കാൻ അവർക്ക് സമയമില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം അത്രയ്ക്ക് ഹാർഷാണ്, കുടിക്കാൻ ജലമില്ല. അതുകൊണ്ട് ഈ സിറാമിൻ്റെ കൂടെ വന്ന് താമസിക്കുന്ന സ്ത്രീ സിറാമിൻ്റെ തേർഡ് വൈഫാണ്. മൂന്നാമത്തെ വൈഫിനെ അവർ തീജൺ എന്ന് വിളിക്കും. തീജൺ എന്ന് വെച്ചാൽ തീസരി പത്നി. അവിടെ അയാളുടെ അവസ്ഥ എന്താണ്? അകാൽ ജബ് പടാ तो पहले वाली दो इधर उधर हो गई या पता नहीं मर गई. അക്കാൽ വന്നപ്പോൾ, ഫാമിൻ, ഉണക്ക് വന്നപ്പോൾ സിറാമിൻ്റെ ആദ്യത്തെ 2 ഭാര്യമാർ എവിടെ പോയെന്നറിഞ്ഞൂടാ. പറയത്തില്ല, ഇവരിങ്ങനെ അങ്ങ് പോവും, ഇവരങ്ങ് വീട് വിട്ട് പോവും. ഇനി പോയ പോക്കിന് മരിച്ചു പോയോ എന്നറിഞ്ഞൂടാ, അതോ വേറെ ഏതെങ്കിലും സിറ്റിയിൽ ജീവനോടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഏതായാലും സിറാമിൻ്റെ 2 ഭാര്യമാരിങ്ങനെ പോയി കഴിഞ്ഞു. ഇപ്പോൾ സിറാമിൻ്റെ കൂടെ ഉള്ളത് ജോ തീജൻ ഹെ, മൂന്നാമത്തത്. അതെന്താണ്? അവക്കും ഖുദ് ബാൽ ബച്ചോ വാലി ഥി, അവക്കും മക്കളുണ്ടായിരുന്നു, പക്ഷെ അവൾ അവിടെ നിന്ന് ഇങ്ങനെ ദുർഭിക്ഷ് കെ സമയ വഹ ഉൻസെ ബിഛുട് ഗയി. ദുർഭിക്ഷ് എന്ന് വെച്ചാൽ ഭയങ്കര ഉണക്ക്, ഒന്നും ഭക്ഷിക്കാനില്ല.
ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ആ സമയത്ത് ഈ സിറാമിൻ്റെ ആ സമയത്ത് ഈ സിറാമിൻ്റെ കൂടെ വന്ന് താമസിക്കുന്ന സ്ത്രീ തൻ്റെ ഫാമിലി വിട്ടിങ്ങനെ ഇറങ്ങി വന്നതാണ്. അങ്ങനെ നടന്ന് വന്ന് ഇവിടെ വന്ന് അടിഞ്ഞതാണ്. സിറാമിൻ്റെ കൂടെ വന്ന് താമസം തുടങ്ങി. वो भटकती हुई सिराम के घर आ बैठी. 3 साल से उसकी आंट में है. 3 വർഷമായി സിറാമിൻ്റെ കൂടെയാണ്. गोद भी फिर हरी हो गई है. पति पत्नी में खूब प्रेम और अच्छी खासी लड़ाई है. സിറാമിൻ്റെ കൂടെ ആയിട്ട് 3 വർഷമായി. ഗോദ് ഭി ഹരി ഹോ ഗയി ഹെ, മീൻസ് അവൾ കൺസീവും ചെയ്തിട്ടുണ്ട്, പ്രഗ്നൻറ്റും ആയിട്ടുണ്ട്. और दोनों में प्यार भी है, लड़ाई भी होती है. और वो कैसी औरत है, അവളെ പറ്റി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. वो हमेशा घूंघट में चलती है और उसको फ़ोटो लेना बिल्कुल पसंद नहीं है. നമ്മുടെ ഓദറിൻ്റെ കൂടെ വന്ന ആൾ തീജൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വളരെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് അങ്ങ് പോയി കളഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് സിറാമിൻ്റെ തീസറി പത്നിയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. पार्ट 4 42nd क्वेश्चन. सूखे सरोवर का भूगोल में चित्रित गांव और ग्रामवासियों का चित्रण कीजिए. सूखे सरोवर का भूगोल, അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ഗ്രാമവും ആ ഗ്രാമവാസികളെ പറ്റിയും പറയുക. ഇത് എസ്സേ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ആക്ച്വലി ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് വിശാലമായിട്ട് 15 മാർക്കിൻ്റെ എസ്സേ എഴുതാൻ പറ്റിയ കാര്യങ്ങൾ അതിലുണ്ട്. ഇൻഫാക്റ്റ് മറ്റ് ചാപ്റ്റേഴ്സിനേക്കാളും ഒക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലപോലെ എസ്സേ എഴുതാൻ പറ്റുന്ന, കാരണം കഥ പോലെ എഴുതാൻ പറ്റും. ഓരോരോ ഇൻസിഡൻറ്റ്, ദിസാവർ ജാന, മൗ ജാന, ഇതൊക്കെ ആ ഗ്രാമവാസികളുടെ ഓരോ സിറ്റുവേഷനാണ്. അതുപോലെ കൊള്ളക്കാർ ഹാക്കിം വരുന്നത്, അതുപോലെ പെൺകുട്ടികളെ പിടിക്കാൻ ഹാക്കിം വരുന്നതും കൊള്ളക്കാർ വരുന്നതും, പിന്നെ ഇങ്ങനെ സിറാമിനെ പറ്റിയും, അങ്ങനെ മോബത്ത്, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥ ഈ സൂഖേ സരോവർ കാ ഭൂഗോളിൻ്റെ വീഡിയോ ഒരിക്കൽ കണ്ട് നിങ്ങൾക്കത് വിശാലമായിട്ട് എഴുതാൻ പറ്റും. എഴുതുമ്പം ഇതൂടെ മെൻഷൻ ചെയ്യണം, ഇതൊരു റിപ്പോർട്ടാജാണ്. റിപ്പോർട്ടാജിൻ്റെ പർപ്പസ് എന്താണെന്നും റിപ്പോർട്ടാജ് എന്താണെന്നും ഒക്കെ മെൻഷൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടെ ടച്ച് ചെയ്യാനുണ്ട്. നിന്ദ റസും ഗേഹൂ ബനാം ഗുലാബ്. അത് നമുക്ക് നെക്സ്റ്റ് അപ്ലോഡിങ്ങിൽ ചെയ്യാം.